ഓം ഗുരുഭ്യോ നമ. ഓം ഗംഗണപതേ നമ. ഓം പം പരമാത്മനേ നമ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം 15-ാമത്തെ അധ്യായം ധേനുകവധം. ഗംഗാതീരത്തിരിക്കുന്ന പരീക്ഷത്തിന് ശ്രീശ്വര ബ്രഹ്മർഷിയും ഭാഗവത കഥകൾ വർണ്ണിച്ചു കൊടുക്കണം. അവിടെ നമ്മൾ ബ്രഹ്മസ്തുതി എന്നുള്ള ഭാഗം കേട്ട് കഴിഞ്ഞാൽ പിന്നീട് കേൾക്കുന്നത് ഈ ധേനുകവധം എന്ന കഥയാണ്. ശ്രീശ്വര ബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറയാൻ തുടങ്ങി. ശ്രീകൃഷ്ണ ഭഗവാനും ബലരാമസ്വാമിയും ആ പൗഗണ്ഡം എന്നുള്ള 6-ാമത്തെ വയസ്സിലേക്ക് കടന്നു. നമ്മൾ സാധാരണ ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം ഇങ്ങനെ പറഞ്ഞു പോവുമെങ്കിലും ഭാഗവതം, മറ്റു പുരാണങ്ങളും സ്മൃതിഗ്രന്ഥങ്ങളും അഷ്ടാംഗഹൃദയം പോലുള്ള പുസ്തകമൊക്കെ വായിച്ചു നോക്കുമ്പോൾ ഇവിടെ കുറേ കൂടെ ഈ വയസ്സിനെയും മറ്റുമൊക്കെ വേറെ പേരുകളിൽ അതാത് സമയത്തിനനുസരിച്ച് അടയാളപ്പെടുത്തിയത് കാണാൻ സാധിക്കും. പൗഗണ്ഡം എന്നൊന്നും സാധാരണ നമ്മളാരും അങ്ങനെ പറയാറില്ല, അല്ലേ? ബാല്യം, കൗമാരം അല്ലെങ്കിൽ ശൈശവം എന്നും കൂടി പറയുമായിരിക്കാം. എന്നാൽ പൗഗണ്ഡം എന്ന് പറയുന്നത് ഒരു 6 വയസ്സ് പ്രായമുള്ള സമയം എന്നർത്ഥം. ആ ഒരു പ്രായത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനും ബലരാമസ്വാമി അത് വൃന്ദാവനത്തിലൂടെ സഞ്ചരിക്കണം. അപ്പോൾ പശുക്കുട്ടികളല്ല, കുറച്ചും കൂടി മുതിർന്ന പശുക്കളെ തന്നെ മേയ്ക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പശുക്കളെയൊക്കെ ആട്ടിത്തെളിച്ച് മറ്റു കൂട്ടുകാരൊക്കെ ഉണ്ട്. അവരുടെ കൂടെ വൃന്ദാവനത്തിൽ പലയിടത്തും ഇങ്ങനെ പലതരത്തിലുള്ള കുട്ടിക്കളികളും മറ്റുമൊക്കെ ആയിട്ട് സഞ്ചരിക്കണം. ശ്രീകൃഷ്ണ ഭഗവാന്റെ ഈ യാത്ര ആകാശത്ത് ദേവന്മാരും ഋഷിമാരുമൊക്കെ നോക്കി ആസ്വദിക്കുന്നുണ്ട്. ഗോപികമാരും മറ്റുമൊക്കെ ശ്രീകൃഷ്ണ ഭഗവാൻ അവിടുന്ന് പോയി കഴിഞ്ഞാൽ ഭഗവാനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് അവരുടെ ഗൃഹകാര്യങ്ങളും മറ്റുമൊക്കെയായി ഭഗവത് സ്മരണയോടുകൂടി അവരവരുടെ വീട്ടിലിരിക്കുന്നുണ്ട്. ആ വൃന്ദാവന പ്രദേശം മുഴുവനും ഇങ്ങനെ ഭഗവാന്റെ മനോഹരമായ കാലടികൾ പതിഞ്ഞ് ഏറ്റവും സുന്ദരമായി തീർന്നു, ഏറ്റവും പുണ്യമുള്ളതായി തീർന്നു, അല്ലേ? മുൻപ് വൃന്ദ എന്ന പേരുള്ളൊരു സ്ത്രീ തപസ് ചെയ്തുകൊണ്ടാണ് അത്ര ഈ പ്രദേശത്തിന് വൃന്ദാവനം എന്ന് പേരുണ്ടായത്. ഇപ്പോൾ ആ പ്രദേശം മുഴുവനും ഭഗവാന്റെ പാദചിഹ്നങ്ങളാൽ അലങ്കരിക്കപ്പെട്ടു. ഇങ്ങനെയാണ് ഒരു ദിവസം ഒരു സുന്ദരമായ കഥ നടന്നു. ആ ധേനുകാസുര വധം അതിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ് ശ്രീശ്വര ബ്രഹ്മർഷി. ഇങ്ങനെ ശ്രീകൃഷ്ണൻ പശുക്കളെ മേയ്ക്കാൻ ആരംഭിച്ചത് കാർത്തിക മാസത്തിലാണ് എന്ന് പറയണം. ഒരു ശുക്ലാഷ്ടമി ദിവസമായിരുന്നു അത്രേ ഭഗവാൻ ഇങ്ങനെ പശുക്കളെ മേയ്ക്കാൻ ആരംഭിച്ചതെന്നാണ്. അതുകൊണ്ട് തന്നെ ആ ദിവസം ഗോപാഷ്ടമി എന്ന പേരിൽ ആരാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ വൈഷ്ണവന്മാരായിട്ടുള്ള ഉത്തരേന്ത്യൻ സമൂഹമൊക്കെ ഈ ഗോപാഷ്ടമിക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കേരളത്തിലൊന്നും അധികം അങ്ങനെ കാണാറില്ല. എന്തായാലും ഈ കാർത്തിക മാസത്തെ അഷ്ടമിക്കാണ് ഗോപാഷ്ടമി എന്ന് പറയുന്നത്. എന്തായാലും പശുക്കൾക്ക് ആവശ്യമായിട്ടുള്ള പുല്ലും വെള്ളവും അതുപോലെ നല്ല കാലാവസ്ഥയൊക്കെ ആയിട്ട് ആ വൃന്ദാവനം നന്നായിട്ട് പ്രകാശിച്ചു നിൽക്കണു. അവിടെ ധാരാളം കുറ്റിച്ചെടികൾ, വള്ളിപ്പടർപ്പുകൾ, അത്യാവശ്യം വലിയ മരങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള അതിൻ്റെ പ്രകൃതി സൗന്ദര്യത്തെയൊക്കെ വർണ്ണിക്കുന്നുണ്ട് അവിടെ ശ്രീമദ് ഭാഗവതം. ഇങ്ങനെ അവിടെ ആ കുട്ടികളാണെങ്കിൽ പലതരത്തിലുള്ള കളികളിലും മറ്റൊക്കെ ഏർപ്പെട്ടുകൊണ്ട് ഈ രാമകൃഷ്ണന്മാരെ ഓടക്കുഴൽ വിളിക്കുന്നു, പാട്ട് പാടുന്നു, നൃത്തം ചെയ്യുന്നു. ഇങ്ങനെ അവർ വളരെ ആനന്ദമായി പശുക്കളെ മേച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ആ വൃന്ദാവനത്തിൻ്റെ സൗന്ദര്യത്തെയൊക്കെ വളരെ സുന്ദരമായി വർണ്ണിച്ച് വയ്ക്കുന്നുണ്ട് വേദവ്യാസ മഹർഷി. അവിടെ അതാ പൂത്ത് തളിർത്ത് നിൽക്കുന്ന വൃക്ഷലതാദികളിലെ വണ്ടുകളും മറ്റുമൊക്കെ മോളി പറക്കണു. താഴെ മാനുകളും മറ്റുമൊക്കെ മേഞ്ഞു നടക്കുന്നു. മയിലുകളും മറ്റുമൊക്കെ നൃത്തം ചെയ്യുന്നു. അടുത്തുള്ള ജലാശയങ്ങളിലും പൊയ്കകളിലുമൊക്കെ പലതരത്തിലുള്ള ജലപുഷ്പങ്ങൾ, താമര, ആമ്പലൊക്കെ വിടർന്നു നിൽക്കണു. അതിൻ്റെയൊക്കെ സുഗന്ധം ഇങ്ങനെ ആകെ ശരീരത്തിനും മനസ്സിനുമൊക്കെ വളരെ ആനന്ദം നൽകുന്ന സുന്ദരമായിട്ടുള്ള അന്തരീക്ഷം. കുട്ടികൾക്കാണെങ്കിൽ മറ്റ് ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല. പശുക്കളെ അവിടെ ആട്ടിത്തെളിച്ച് വിട്ടാൽ അവർ പോയി ഭക്ഷണം കഴിച്ചോളും, വെള്ളം കുടിച്ചോളും. കുട്ടികളോടെ കളിച്ച് ചിരിച്ച് ആഹ്ലാദിച്ച് അങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കുന്നു. ഇങ്ങനെ ആ പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ ആ വൃന്ദാവനത്തിൻ്റെ സൗന്ദര്യം നോക്കി നിൽക്കുന്നു. മാത്രമല്ല ബലരാമസ്വാമിയോട് വളരെ ഗംഭീരമായിട്ടൊരു കാര്യം സൂചിപ്പിക്കുകയും ചെയ്തു. അഹോ അമീ ദേവപരാമരാർച്ചിതം പാദാംബുജം തേ സുമനഫലാർഹണം
നമന്ത്യപാദായ ശിഖാഭിരാത്മനസ്തമോപഹത്തെ തരുജന്മയൽകൃതം ഏതേളിനസ്തവ യശോഖില ലോകതീർത്ഥം ഗായന്ത ആദിപുരുഷ അനുപദം ഭജന്തേ പ്രായോ അമീമനിഗണാ ഭവതീയ മുഖ്യ ഗൂഢംബനേപീന ജഹത്യനഖാത്മദൈവം നൃത്യന്ത്യമീ ശിഖിനയീഡ്യമുദാഹരണ്യ കുർവന്തി ഗോപ്യ ഇവ തേ പ്രിയമീക്ഷണേന സൂക്രൈശ്ച കോകിലഗണ ഗൃഹമാഗതായ ധന്യ വനൂകസയ്യാൻ ഹി സതാം നിസർഗ ധന്യേയ മധ്യധരണീ തൃണവീരുധസ്ത്വത്പാദസ്പൃശോ ദ്രുമലത കരജാഭിമൃഷ്ടാഃ നദ്യോദ്രയ ഖഗമൃഗാഃ സദയാവലോകൈഃ ഗോപ്യോന്തരേണ ഭുജയോരപി യൽസ്പൃഹാശ്രീ. സുന്ദരമായിട്ടുള്ള ഭഗവാന്റെ വാക്കുകൾ ഭാഗവതത്തിൽ കാണാം. അവിടെ ആ പ്രദേശങ്ങളൊക്കെ കണ്ടു നടക്കുന്ന സമയത്ത് ആ വൃക്ഷലതാദികളെയും പക്ഷിമൃഗാദികളെയൊക്കെ ഭഗവാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഭഗവാൻ നല്ലൊരു സൗന്ദര്യ ആരാധകനാണെന്നും കൂടെ ഭാഗവതം കാണിച്ചു തരുന്നുണ്ട്. പൊതുവെ നമ്മൾ കാണുമ്പോൾ ഈ മഹർഷിമാരും സന്യാസിമാരും ഒക്കെ അധികവും ചുറ്റുപാടുകളെയൊന്നും ശ്രദ്ധിക്കാത്തവരായിട്ടാണ് നമ്മൾ പൊതുവെ മനസ്സിലാക്കിയിട്ടുള്ളത്, അല്ലേ? സൗന്ദര്യത്തിൽ നിന്ന് ആരാധിക്കാൻ പാടില്ല സന്യാസിമാർ, മഹർഷിമാർ, അതൊന്നും നോക്കി നിൽക്കാൻ പാടില്ല, ഇങ്ങനെയൊക്കെ തെറ്റിദ്ധരിക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ ഇടയിൽ. എന്നാൽ അങ്ങനെയല്ല സത്യത്തിൽ. ഈ ഋഷീശ്വരന്മാരും മറ്റുമൊക്കെ സാക്ഷിഭാവത്തിൽ നിന്നുകൊണ്ട് സകലതിൻ്റെയും ആ സൗന്ദര്യത്തെ ആസ്വദിക്കുന്നുണ്ട്, ലാവണ്യത്തെ ആസ്വദിക്കുന്നുണ്ട്. പലപ്പോഴും നമുക്കൊരു ധാരണയുള്ളത് ഇത്തരം കാര്യങ്ങളിലൊന്നും മനസ്സ് പോവാൻ പാടില്ല, അല്ലേ? പ്രകൃതിയിൽ നിന്നും സ്ത്രീകളിൽ നിന്നും സൗന്ദര്യത്തിൽ നിന്നും കലാസാഹിത്യം സംഗീതം തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നുമൊക്കെ മാറി സഞ്ചരിക്കുന്ന ആൾക്കാരാണ് ശരിക്കും യോഗിമാർ, സന്യാസിമാർ. അങ്ങനെയല്ല, ഈ സാധാരണ ആൾക്കാരും അത്ര ഈ യോഗീശ്വരന്മാരും തമ്മിലുള്ള വ്യത്യാസം, സാധാരണ ആൾക്കാർ അതിൽ കുടുങ്ങിപ്പോവും. എന്നാൽ യോഗീശ്വരന്മാരും സന്യാസിമാരും ഒന്നും അതിൽ അഡിക്റ്റ് ആവുന്നില്ല, അത്രയേ ഉള്ളൂ വ്യത്യാസം. അതിനൊക്കെ അവർ ആസ്വദിക്കുന്നു, അതേസമയം അതൊക്കെ വരുന്നു പോകുന്നു, അതൊന്നും അവരിൽ തങ്ങി നിൽക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഭഗവാൻ അതെല്ലാം നോക്കി നിൽക്കുന്നു എന്ന് മാത്രമല്ല, ആ വൃക്ഷലതാദികളെയും മറ്റുമൊക്കെ വളരെ ശ്രേഷ്ഠമായ ജന്മമായിട്ടാണ് കാണുന്നത്. ഇപ്പം നേരത്തെ നമ്മൾ, അല്ലേ, അവിടെ നളഗോപുര മണിഗ്രീവന്മാർ നാരദ ശാപം കൊണ്ട് വൃക്ഷങ്ങളായി ജനിച്ചു. ആ വൃക്ഷജന്മം എന്നൊക്കെ പറയുന്നത് വളരെ പരിതാപകരമായ അവസ്ഥയാണ്. പാപം കൊണ്ടാണ് തിര്യക്കുകളായി ജനിക്കുന്നത് എന്നൊക്കെ ഭാഗവതത്തിൽ തന്നെ പലയിടത്തും പരാമർശങ്ങളൊക്കെ കാണാം. തിര്യക്കുകളൊക്കെ ആയിട്ട് ജനിക്കുന്നത് പാപജീവന്മാരാണ്. എന്നാൽ ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ അതിനെ തിരുത്തുന്നു. ഭഗവാൻ ചോദിക്കുന്നു, നോക്കൂ, ഈ വൃക്ഷലതാദികളുടെ അത്ര ഉത്തമമായ ജന്മം ലോകത്തിൽ വേറെ ഏതിനാളുള്ളത്? ഇനി നമുക്ക് കാണാം ഈ വൃക്ഷലതാദികളെയൊക്കെ ഭഗവാൻ വളരെ ശ്രേഷ്ഠമായിട്ട് പറയുന്നതായിട്ട്. അവിടെ ഗോപി വസ്ത്രാപഹരണ ലീല നടക്കുന്ന സമയത്ത്, അത് കഴിഞ്ഞ് ഭഗവാൻ കൂട്ടുകാരുടെ കൂടെ നടന്നു പോകുന്ന സമയത്ത് അവിടെയും വളരെ സുന്ദരമായിട്ട് ഈ വൃക്ഷജന്മത്തിൻ്റെ മാഹാത്മ്യത്തെ ഭഗവാൻ എടുത്തു പറയുന്നുണ്ട്. മനുഷ്യരോട് തന്നെ പറയണു ഭാഗവതം, നിങ്ങൾ വൃക്ഷങ്ങളെ പോലെ ജീവിക്കൂ. കാരണം വൃക്ഷങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് പരോപകാരാർത്ഥമിതം ശരീരം, അല്ലേ? വൃക്ഷങ്ങളുടെ സകല കാര്യങ്ങളും സകല ജീവജാലങ്ങൾക്കും ഉപയോഗപ്രദമാണ് എന്നാണ് ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു വെക്കുന്നത്. അല്ലാതെ അതിനെ പാപജീവനായിട്ട് കാണണം എന്നൊന്നുമല്ല. അപ്പം അതുപോലെ ഇവിടെയും ഈ ശ്ലോകങ്ങളിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ആ വൃക്ഷങ്ങളുടെ മാഹാത്മ്യം എടുത്തു പറയുന്നത് കാണാം. നല്ല സുന്ദരമായിട്ടുള്ള തളിരുകളും പൂങ്കുലകളും അതിലൊക്കെ ധാരാളം കായ്കളുമൊക്കെ ആയിട്ട് പലതരത്തിലുള്ള വൃക്ഷലതാദികൾ അതിൻ്റെ കൊമ്പൊക്കെ താഴ്ത്തി നിൽക്കുന്നത് കാണുമ്പോൾ ഭഗവാൻ പറയണു, അവയൊക്കെ തലകുനിച്ച് ആ ജ്യേഷ്ഠന് പലതരത്തിലുള്ള പൂജാ സാമഗ്രികളൊക്കെ സമർപ്പിച്ചുകൊണ്ട് ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്ന് കണ്ടാൽ തോന്നുന്നു, അല്ലേ? വൃക്ഷലതാദികളൊക്കെ ഇങ്ങനെ തലകുനിച്ച് നിൽക്കുന്നത് കണ്ടാൽ ഭക്തിപൂർവ്വം ബലരാമനെ നമസ്കരിക്കുകയാണെന്ന് തോന്നും, അല്ലേ? അപ്പം ഇങ്ങനെ അതിനൊക്കെ ഏറ്റവും സുന്ദരമായിട്ടാണ് ഭഗവാൻ കാണുന്നത്. ബലരാമസ്വാമിയെ വളരെ ഗംഭീരമായ വേദാന്ത സ്വരൂപനായിട്ടാണ് കാണുന്നത്, അല്ലാതെ വെറും ജ്യേഷ്ഠനായിട്ടല്ല. കാരണരൂപൻ എന്നൊക്കെയാണ് ബലരാമനെ സംബോധന ചെയ്യുന്നത്. ഈ ജഗത്തിൻ്റെ കാരണമായിരിക്കുന്നവൻ. അവിടെ ആ പൂക്കളിലൊക്കെ പാറി നടക്കുന്ന വണ്ടുകൾ ബലരാമസ്വാമിയുടെ ആ കീർത്തി ലോകം മുഴുവൻ പാടി നടക്കുന്നു. ഈ ലോകത്തിൻ്റെ ഉൽപ്പത്തിക്ക് കാരണമായിരിക്കുന്നത് അങ്ങാണ്. അങ്ങനെയുള്ള അങ്ങയെ സാക്ഷാൽ സർവേശ്വരനായിട്ട്
കണ്ട് ഭജിക്കുന്ന മഹർഷിമാർ തന്നെയാണ് ഈ തേനീച്ചകളും വണ്ടുകളും മറ്റുമൊക്കെ ആയിട്ട് പാറി പറന്ന് നടക്കുന്നത്. അവയുടെ ആ ശബ്ദം സത്യത്തിലെ പ്രണവധ്വനി തന്നെയാണ്. ഇങ്ങനെ ആ കാണുന്ന കാഴ്ചയൊക്കെ മറ്റൊരു രീതിയിലാണ് ശ്രീകൃഷ്ണ ഭഗവാൻ നോക്കിക്കാണുന്നത്. വെറൊരു ദൃശ്യം എന്നുള്ള നിലയ്ക്കല്ല, അതിലേക്ക് കുറെ കൂടെ ആഴത്തിൽ, കുറെ കൂടെ സുന്ദരമായിട്ട്. അതൊക്കെ ആ ഭഗവാന്റെ ആ അല്ലെങ്കിൽ കാണുന്ന ആളുടെ മനസ്സിൻ്റെ വ്യത്യാസത്തിനനുസരിച്ചാണ്. ഒരു സാധാരണ ഒരാളെ സംബന്ധിച്ച് വൃക്ഷലതാദികളും അതിലുള്ള പൂക്കളും ഒന്നും ചിലപ്പോൾ കണ്ണിൽപ്പെട്ടു എന്ന് തന്നെ വരില്ല. ഒരു കവിയോ ഗായകനോ കലാകാരനോ ചിത്രകാരനോ ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ആ ഒരു ബാഹ്യ സൗന്ദര്യത്തെ മാത്രം ദർശിക്കും. എന്നാൽ കുറച്ചും കൂടി ആഴത്തിലാണ് ഭാഗവതം ഈ ഒരു സുന്ദരമായ കാഴ്ചയെ കാണിച്ചു തരുന്നത്, അല്ലേ? അവിടെയുള്ള വൃക്ഷലതാദികളൊക്കെ ഭഗവാനെ പ്രസാദിപ്പിക്കാനായി പൂജാവസ്തുക്കളുമൊക്കെ എടുത്തു നിൽക്കുന്നു, തലകുനിച്ചു നിൽക്കുന്നു. ഇങ്ങനെ വൃക്ഷങ്ങൾ പോലും ഭഗവാനെ സ്തുതിക്കുന്നതായിട്ട്, ഈശ്വരനെ സ്തുതിക്കുന്നതായിട്ട്, ഈശ്വരനെ നമസ്കരിക്കുന്നതായിട്ട്. അപ്പം ആ കാഴ്ചയുടെ വ്യത്യാസം നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്, എന്ത് കാണുന്നു എന്നുള്ളതല്ല, എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ബലരാമസ്വാമിയോട് പറയണം, അങ്ങയുടെ പാദസ്പർശത്താൽ പുണ്യം സിദ്ധിച്ച ഈ ഭൂമിയും ഏറ്റവും ധന്യമായത് തന്നെ. കാരണം അത്രയും ഭാഗ്യമാണ് ഈ മണ്ണിനും ഇവിടെയുള്ള ഈ പുല്ലുകൾക്കും ചെടികൾക്കും ഒക്കെ ഉള്ളത്. കാരണം അങ്ങയെ കാണാൻ സാധിക്കുന്നു, അങ്ങയുടെ സ്പർശം അനുഭവിക്കാൻ സാധിക്കുന്നു. ഈ വൃന്ദാവനത്തിൻ്റെ അത്ര മഹാത്മ്യമുള്ള പ്രദേശം വേറെ എവിടെയുള്ളത്? സിദ്ധിച്ച് അവിടെയുള്ള നദികളും പർവ്വതങ്ങളും പക്ഷിമൃഗാദികളും ഒക്കെ അങ്ങയെ കണ്ട് സന്തോഷിക്കുന്നു. അങ്ങയെ ആലിംഗനം ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള ഗോപികമാർ ഏറ്റവും ഭാഗ്യവതികളാണ്. ഇങ്ങനെ ആ ബലരാമസ്വാമിയെയും വൃന്ദാവനത്തെയും ഒക്കെ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ സ്തുതിക്കുന്നതായിട്ട് കാണാം. ഇങ്ങനെ അതാ അവര് ആ വൃന്ദാവനത്തിലൂടെ പല പാട്ടും കഥകളും ഒക്കെ ആയിട്ട് നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് ചുറ്റിയടിച്ച് സഞ്ചരിക്കണം. അങ്ങനെ അതാ ആ കൂട്ടുകാരുടെ കൂടെ പശുക്കളൊക്കെ മേയിച്ച് ഈ യമുനാ തീരത്തിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ഈ കുട്ടികളൊക്കെ അതാ ഭഗവാന്റെ അടുത്തേക്ക് ഓടി വരണം. കാരണം ഇപ്പം അവർക്ക് ഒരാവശ്യം, ദൂരെ നിന്ന് നല്ല സുഗന്ധം. എന്നിട്ട് അവരതാ വന്ന് പറയണു. അവിടെ അതാ ഭഗവാന്റെ സുഹൃത്തുക്കളൊക്കെ കാണാം. അവിടെ ശ്രീതാമാവ്, സുബലൻ, തോകകൃഷ്ണൻ, മറ്റു ഗോപന്മാര്, ഇവരൊക്കെ കൂടെ ഇങ്ങനെ ഇതെല്ലാ ദിവസവും ഇവരുടെ ഈ വൃന്ദാവനത്തിലുള്ള പ്രവൃത്തികൾ ഈ രീതിയിൽ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഒരു ദിവസം ഇവർ നദീതീരത്ത് സഞ്ചരിക്കുന്ന സമയത്ത് വന്ന് ഈ കുട്ടികൾ ഓടി വന്ന് പറയാണ്, നല്ല ബലമുള്ള രാമേട്ട എന്നൊക്കെയാണ് വിളിക്കുന്നത്. രാമൻ്റെ എന്താ പറയുക, കൈക്കരുത്തിനെയും ഉത്സാഹത്തിനൊക്കെ കുട്ടികളെ ശ്രദ്ധിക്കുന്നതാണ്. തങ്ങളുടെ രക്ഷിതാക്കളാണെന്ന് നല്ല ബോധ്യമുണ്ട് അവർക്ക്. അതുകൊണ്ട് കുട്ടികൾ പറഞ്ഞു, രാമേട്ട, അതുപോലെ ശ്രീകൃഷ്ണ ഭഗവാനെ, അങ്ങ് ശ്രദ്ധിക്കുക, ഇവിടെ അടുത്തൊരു സ്ഥലത്ത് ഒരു താലവനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പനകൾ നട്ടുപിടിപ്പിച്ച് അവിടെ അതൊരു കാട് പോലെയായിട്ട് തീർന്നിട്ടുണ്ട്. ആ താലവൃക്ഷങ്ങളിൽ ധാരാളം പനമ്പഴങ്ങളുണ്ട്, നല്ല സ്വാദുള്ളതാണ്. അതൊക്കെ ആരും ഉപയോഗിക്കണില്ല, അതൊക്കെ അവിടെ കിടന്ന് പഴുത്ത് വീണ് നശിച്ചു പോണു. അതുകൊണ്ട് അത് എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് മൃഗങ്ങൾക്കും മനുഷ്യർക്കും ഒക്കെ. പക്ഷെ അവിടെ ഇപ്പം ആ താലവനം കൊണ്ട് നടക്കുന്നത് ധേനുകാസുരൻ എന്ന് പറഞ്ഞ ഒരാളാണ്. അയാള് ഒരു കഴുതയുടെ വേഷം പൂണ്ട് എന്ന് പറഞ്ഞാൽ അയാളുടെ സ്വരൂപം അസുരൻ്റെതാണ്, സ്വഭാവവും ഒക്കെ. പക്ഷെ അതേസമയം ബുദ്ധിശൂന്യനാണ്. അത് സൂചിപ്പിക്കാനാണ് അയാളൊരു കഴുതയാണെന്ന് പറഞ്ഞത്. അങ്ങനെയുള്ള ആ രാക്ഷസൻ വളരെ ഭയങ്കരനാണ് താനും. അപ്പോൾ അവനെ സഹായിക്കുന്നത് അവനെ പോലെ തന്നെ കുറേ ആൾക്കാർ അവന് കൂട്ടുകാരായിട്ടുണ്ട്. അങ്ങനെ ഒരു രാജ്യം പോലെയാണ് ഇപ്പോൾ ഈ ധനുകാസുരൻ തൻ്റെ ആ താലവനം കൊണ്ട് നടക്കുന്നത്. മാത്രമല്ല അവരൊക്കെ നരഭോജികളും ആണ്, മനുഷ്യനെ പിടിച്ച് തിന്നും. ഇപ്പം അവിടുന്ന് ആ പഴങ്ങളൊക്കെ പഴുത്ത് നല്ല പാകമായിട്ടുണ്ട്. അതിൻ്റെ സുഗന്ധം ശ്രദ്ധിച്ചാൽ അറിയാൻ സാധിക്കുക. കാരണം സുഗന്ധം തന്നെയാണ് മിക്കവാറും പഴങ്ങളുടെയൊക്കെ രുചിയും. അപ്പം നല്ല രുചിയുള്ളവയാണത്. നമ്മളാരും കഴിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ആ സുഗന്ധം അനുഭവിക്കുന്ന സമയത്ത് തന്നെ അത് നല്ല രുചിയുള്ളതാണെന്ന് തോന്നുന്നു. അപ്പം അതുകൊണ്ട് നല്ല മാധുര്യവും സുഗന്ധവും ഒക്കെ ഉള്ളതാണ്. അത് കിട്ടിയാൽ തിരക്കിടില്ല. ഈ കുട്ടികൾ അവരുടെ ആവശ്യം ബലരാമനോടും ശ്രീകൃഷ്ണ ഭഗവാനോടും പറഞ്ഞു, നമുക്ക് അങ്ങോട്ട് പോവാം, എന്നിട്ട് അത് സമ്പാദിക്കാം, അത് കഴിക്കാം എന്നൊക്കെ ആയി. അപ്പം കുട്ടികൾക്ക് വലിയ ഉത്സാഹം. ഇതൊക്കെ വളരെ ശ്രദ്ധാപൂർവം ബലരാമനും ശ്രീകൃഷ്ണ ഭഗവാനും കേട്ടു. അങ്ങനെ ആ സുഹൃത്തുക്കളുടെ ആവശ്യം സാധിപ്പിച്ചു കൊടുക്കാമെന്ന്
അവർക്കും വലിയ ഉത്സാഹമായി. അങ്ങനെ ഇവരെല്ലാവരും കൂടി, സുഹൃത്തുക്കളെല്ലാവരും കൂടി അവിടേക്ക് പോണു. അവിടെ ചെന്ന സമയത്ത് ബലരാമന് പിന്നെ കൂസലൊന്നുമില്ല, നേരെ ആ വനത്തിലേക്ക് പ്രവേശിച്ചു. അവിടെ ഉണ്ടായിരുന്ന താലവൃക്ഷങ്ങളൊക്കെ പിടിച്ച് കുലുക്കി. അങ്ങനെ ആ പഴുത്ത പഴങ്ങളൊക്കെ താഴെ വീണു. ആ വൃക്ഷങ്ങളൊക്കെ ബലരാമസ്വാമി കുലുക്കുന്നതിൻ്റെയും ഈ കുട്ടികളുടെയൊക്കെ കോലാഹലവും പഴങ്ങളൊക്കെ വീഴുന്നതിൻ്റെ ശബ്ദവും എല്ലാം ഈ ധേനുകാസനും അയാളുടെ കൂട്ടാളികളും കേട്ടോണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലായി അവിടെ എന്തോ അരുതാത്തതെന്തോ നടക്കുന്നുണ്ട്. കാരണം തങ്ങളുടെ ആ സാമ്രാജ്യമാണ്, അവിടേക്ക് ആരും അതിക്രമിച്ച് കയറിയിട്ടുണ്ട്. ഇങ്ങനെ അസുരൻ ഈ ധനുകാസൻ അവിടേക്ക് പുറപ്പെട്ടു. അപ്പോൾ ആരോ ശത്രുക്കളാരോ അല്ലെങ്കിൽ മൃഗങ്ങളോ എന്താണെന്ന് ഇയാൾക്ക് അറിഞ്ഞൂടാ ധനുകാസുരന്. അയാൾ അവിടുന്ന് വലിയൊരു വൃക്ഷം തന്നെ പറിച്ചെടുത്തിട്ടാണ്, കാരണം വേറെ ആയുധമൊന്നുമില്ല, എന്നിട്ടാണ് ഓടി വരുന്നത്. ഇങ്ങനെ ബലരാമനുമായിട്ട് വലിയ ഗംഭീരമായിട്ടുള്ള യുദ്ധം ഉണ്ടായി. എന്നിട്ടതാ ആ ക്രുദ്ധനായിട്ടുള്ള ഈ ഗർദ്ധവസ്വരൂപിയായിട്ടുള്ള ഈ ധേനുകാസുരനുമായിട്ട് ഘോരമായ സംഘട്ടനം. ആ സംഘട്ടനത്തിൻ്റെ ഒടുവിൽ ഈ അസുരൻ്റെ പിൻകാലിൽ കയറി പിടിച്ച്, കാരണം ഇയാളൊരു കഴുതയുടെ രൂപം ധരിച്ചിട്ടാണ് വന്നതെന്നാണ്. അപ്പോൾ പിന്നെ 4 കാലുണ്ടാവുമല്ലോ. ആ പിൻകാലിൽ കയറി പിടിച്ച് ബലരാമൻ ഊക്കോടെ വട്ടം കറക്കി ഈ വലിയ പനവൃക്ഷത്തിൽ അടിച്ചു കളഞ്ഞു. എന്നിട്ട് മുകളിലേക്ക് എടുത്തെറിഞ്ഞു ആ അസുരൻ്റെ ശരീരം. അത് മുകളിൽ പോയി പനവൃക്ഷങ്ങളിലൊക്കെ തട്ടിത്തടഞ്ഞ് താഴേക്ക് വന്ന് പതിക്കുന്നു. അപ്പോൾ ആ രാക്ഷസൻ ചെന്ന് വീണത് ധാരാളം പഴങ്ങളുള്ള മറ്റൊരു വലിയ താലവൃക്ഷത്തിൻ്റെ മുകളിലാണ്. ആ ഏറിൻ്റെ ഊക്കമുണ്ട്. ആ വൃക്ഷം മറ്റൊരു വൃക്ഷത്തിൽ പോയി ചെന്നടിച്ചു. ഇങ്ങനെ അവിടെ ഉണ്ടായിരുന്ന അനവധി വൃക്ഷങ്ങൾ ഈ ഒരു അസുരൻ കാരണം തന്നെ താഴേക്ക് പതിച്ചു എന്ന് പറയുകയാണ്. ഇങ്ങനെ ഈ പ്രവൃത്തി കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് അവിടെ ആകാശത്ത് ദേവന്മാരും മറ്റുമൊക്കെയും. അവർ പുഷ്പവൃഷ്ടികളും മറ്റുമൊക്കെ ചെയ്ത് ഭഗവാനെ സ്തുതിച്ചു. ഇങ്ങനെ ഈ ലോകം മുഴുവൻ ഓതപ്രോതമായി നിറഞ്ഞു നിൽക്കുന്ന സാക്ഷാൽ ബലരാമസ്വാമിയുടെ ഒരു ഗംഭീരമായിട്ടുള്ള വൃത്താന്തം അവിടെ ശ്രീ ബ്രഹ്മർഷി പരീക്ഷത്തിന് വർണ്ണിച്ചു കൊടുക്കണം. ബലരാമനെ സർവ്വം സ്തുതിക്കുന്നു. കുട്ടികൾക്കൊക്കെ വലിയ ഉത്സാഹം. പിന്നീട് വൈകുന്നേരം അവർ തിരിച്ചു വന്ന് അന്നുണ്ടായ കഥകളൊക്കെ വീട്ടിലെ അച്ഛനമ്മമാരോടും മറ്റു ബന്ധുജനങ്ങളോടും പ്രായം ചെന്നവരോടും ഒക്കെ അതാ ദിവസം നടക്കുന്ന കഥകൾ കുട്ടികൾ ചെന്ന് പറയും. ആ കാര്യങ്ങളൊക്കെ പറയണു. കുട്ടികളൊക്കെ വരുന്ന കണ്ട സമയത്ത് വീട്ടുകാർക്കൊക്കെ വലിയ ഉത്സാഹം. ശ്രീകൃഷ്ണയും ബലരാമനും മറ്റു കുട്ടികളെയൊക്കെ ഗോപികമാരും മറ്റുമൊക്കെ വളരെ ആഹ്ലാദത്തോടു കൂടി സ്വീകരിച്ചു. യശോദ അമ്മയും മറ്റുമൊക്കെ ഈ കുട്ടികളെയൊക്കെ നന്നായിട്ട് കുളിപ്പിച്ചു, പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ചു, അലങ്കരിച്ചു. അവർക്ക് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അവർ സുഖമായി രാത്രി കിടന്നുറങ്ങണം. പിന്നെ മറ്റൊരു സുന്ദരമായ കഥ പറയുന്നു. കുട്ടികളെ പശുക്കളൊക്കെ ആട്ടിത്തെളിച്ച് അവർ കാട്ടിലൂടെ സഞ്ചരിച്ച് അവസാനം യമുനാ തീരത്തെത്തുന്നു. യമുനയുടെ ആ കാളിന്തി എന്നുള്ള ആ ഭാഗത്തെത്തുന്ന സമയത്താണ് അവിടെയാണ് കാളിയൻ താമസിക്കുന്നത്. ആ കാളിയൻ്റെ ഘോരമായിട്ടുള്ള വിഷം കാരണം ഇപ്പം പക്ഷികൾ പോലും ആ പ്രദേശത്തിന് ആകാശത്തൂടെ പറക്കാറ് പോലുമില്ല. വൃക്ഷലതാദികളും മറ്റുമൊക്കെ കരിഞ്ഞുണങ്ങി കിടക്കണു. അങ്ങനെ ദാഹിച്ച് വലഞ്ഞ ഈ കുട്ടികളും പശുക്കളുമൊക്കെ ഈ കാളിയൻ്റെ ഈ പരാക്രമവും മറ്റൊന്നും അറിയാതെ അവർ കാളിതീയിലേക്ക് പ്രവേശിച്ചു. ആ തീരത്ത് ആ ഒരു പ്രദേശത്ത് എത്തിയതേ ഉള്ളൂ. ആ വിഷജ്വാലയേറ്റ് അവരൊക്കെ ബോധരഹിതരായി വീണു. പശുക്കളും മറ്റുമൊക്കെ മരിച്ചുപോയി. ഇങ്ങനെ ആകെ ദയനീയമായ അന്തരീക്ഷം, ഉറക്കെയുള്ള കൂട്ടക്കരച്ചിലും മറ്റുമൊക്കെ കേട്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അവിടേക്ക് വരണത്. അന്നത്തെ ദിവസം ബലരാമനെ കൂടെ കൂട്ടിയിട്ടില്ല. ബലരാമൻ അവിടെ ഗോകുലത്ത് തന്നെയായിരുന്നു. ഇങ്ങനെ ഇപ്പോൾ അവർ ഉറക്കെ നിലവിളിക്കുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ വന്ന് നോക്കുന്നു. മരിച്ചു വീണ ആൾക്കാരൊക്കെ കണ്ണ് തുറന്ന് ഒരു സ്വപ്നത്തു നിന്നൊക്കെ എഴുന്നേറ്റതുപോലെ, ഉറക്കത്തു നിന്നൊക്കെ എഴുന്നേറ്റതുപോലെ എന്താ ഉണ്ടായതെന്നൊന്നും അറിയാതെ അവരൊക്കെ എഴുന്നേൽക്കണം. തുടർന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ കാളിയനെ ഈ കാളിന്തിയിൽ നിന്ന് പറഞ്ഞയക്കണം. കാളിയമർദ്ദനാണ് നമ്മൾ പിന്നീട് കേൾക്കുന്നത്. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനാണ് തങ്ങളെയൊക്കെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷിച്ചത് എന്നൊക്കെ ആ കുട്ടികൾക്ക് ബോധ്യം വരുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് കാളിയ മോക്ഷണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ നാരായണ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.
പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം പാതാളേശമനിശം ഹൃദി ഭാവയാമി. ശ്രീവാസുദേവമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഗുരുചരണാരവിന്ദാഭ്യാം നമഃ. ദശമസ്കന്ധ അഥ പഞ്ചദശോऽധ്യായ. ശ്രീശുക ഉവാച തതശ്ച പൗഗണ്ഡവയശ്രിതൗ വ്രജേ ബഭൂവതുസ്തൗ പശുപാലസമ്മതൗ ഗാശ്ചാരയന്തോ സഖിഭിः സമം പദൈः വൃന്ദാവനം പുണ്യമതീവ ചക്രതു. തന്മാധവോ വേണുമുദീരയൻ വൃതോ ഗോപേർഗൃണദ്ഭിः സ്വയശോബലാന്വിത പശൂൻ പുരസ്കൃത്യ പശവ്യമാവിശത് വിഹർത്തുകാമകുസുമാകരം വനം. തന്മഞ്ജുഘോഷാളി മൃഗദ്വിജാകുലം മഹന്മനഃപ്രഖ്യപയഃ സരസ്വതാ വാദേന ജുഷ്ടം ശതപത്രഗന്ധിനാ നിരീക്ഷ്യ രന്തും ഭഗവാൻ മനോദധേ. സ തത്ര തത്രാരുണപല്ലവശ്രിയാ ഫലപ്രസൂനോരുഭരേണ പാദയോ സ്പൃശൻ ശിഖാൻ വീക്ഷ്യ വനസ്പതീൻ മുദാ സ്മയന്നിവാഹഗ്രജമാതിപൂരുഷ. ശ്രീഭഗവാനുവാച അഹോ അമീ ദേവവരാമരാർച്ചിതം പാദാംബുജം തേ സുമനഫലാർഹണം നമന്ത്യുപാദായ ശിഖാവിരാത്മനസ്തമോപഹത്यै തരുജന്മയൽകൃതം. ഏതേ ലിനസ്തവയശോഖിലലോകതീർത്ഥം ഗായന്താദിപുരുഷാനുപദം ഭജന്തേ പ്രായോ അമീ മുനിഗണാ ഭവദീയമുഖ്യാ ഗൂഢം വനേപി ന ജഹത്യനഥാത്മദൈവം. നൃത്യന്ത്യമീ ശിഖിനൈഡ്യമുദാഹരിണ്യ കുർവന്തി ഗോപ്യൈവ തേ പ്രിയമീക്ഷണേന സൂക്തൈശ്ച കോകിലഗണാ ഗൃഹമാഗതായ ധന്യാവനൗകസയ്യാൻ ഹി സതാം നിസർഗ. ധന്യേയമദ്യധരണീതൃണവീരുധസ്ത്വൽപാദസ്പൃശോ ദ്രുമലതാകരജാഭിമൃഷ്ട നദ്യോദ്രയഖഗമൃഗാസദയാവലോകൈ ഗോപ്യോന്തരേണ ഭുജയോരപിയൽസ്പൃഹാ. ശ്രീശുക ഉവാച ഏവം വൃന്ദാവനം ശ്രീമൽകൃഷ്ണപ്രീതമനാ പശൂൻ രേമേ സഞ്ചാരയന്നദ്രേ സരിൽ രോധസ്സുസാനുക ക്വചിദ്ഗായതി ഗായൽസു മദാന്ധാളിഷ്വനുവ്രതൈ ഉപഗീയമാനചരിതസ്രഗ്വീ സംഘർഷണാന്വിത ക്വചിച്ച കളഹംസാനാമനുകൂജതി കൂജിതം അഭിനൃത്യതി നൃത്യന്തം ബർഹിണം ഹാസയൻ ക്വചിത് മേഘഗംഭീരയാ വാചാ നാമഭിർദൂരഗാൻ പശൂൻ ക്വചിദാഹ്വയതി പ്രീത്യാ ഗോഗോപാലമനോജ്ഞയാ. ചകോരക്രൗഞ്ചചക്രാഹ്വഭാരദ്വാജാംശ ബർഹിണ അനുരൗതി സ്മ സത്വാനാം ഭീതവദ്വ്യാഘ്രസിംഹയോ ക്വചിൽ ക്രീഡാപരിശ്രാന്തം ഗോപോത്സംഗോപബർഹിണം സ്വയം വിശ്രമയത്യാര്യം പാദസംവാഹനാദിഭിः നൃത്യതോ ഗായത ക്വാപി വൽഗതോ യുധ്യതോ മിഥാ ഗൃഹീതഹസ്തോ ഗോപാലാൻ ഹസന്തോ പ്രശംസതു ക്വചിൽ പല്ലവതൽപേഷു നിയുദ്ധശ്രമകർഷിത വൃക്ഷമൂലാശ്രയശേതേ ഗോപോത്സംഗോപബർഹിണ പാദസംവാഹനം ചക്രോ കേചിത്തസ്യ മഹാത്മന അപരേഹതപാപ്മാനോ വ്യജനൈ സമവീചയൻ അന്യേ തദനുരൂപാണി മനോജ്ഞാനി മഹാത്മന ഗായന്തി സ്മ മഹാരാജ സ്നേഹക്ലിന്നധിയശനൈ. ഏവം നിഗൂഢാത്മഗതി സ്വമായയാ ഗോപാത്മജത്വം ചരിതേർവിഡംബയൻ രേമേ രമാലാളിതപാദപല്ലവോ ഗ്രാമ്യൈ സമം ഗ്രാമ്യവതീശചേഷ്ടിത. ശ്രീരാമാ നാമ ഗോപാലോ രാമകേശവയോ സഖാ സുബലസ്തോകൃഷ്ണാദ്യാ ഗോപാ പ്രേംണേതമബ്രുവൻ രാമ രാമ മഹാബാഹോ കൃഷ്ണദുഷ്ടനിബർഹണ
ഇതോപി ദൂരെ സുമഹൽവനം താളാളിസങ്കുലം ഫലാനി തത്ര ഭൂരീണി പതന്തി പതിതാനി ച സന്ധി കിം ത്വവരുദ്ധാനി ധേനുകേന ദുരാത്മന സോതിവീര്യോസുരോ രാമാ ഹേ കൃഷ്ണഖരരൂപധൃക് ആത്മതുല്യബലൈരന്യൈർജ്ഞാതിഭിർബഹുഭിർവൃത തസ്മാൽ കൃതനരാഹാരാത് ഭീതേർനൃഭിരമിത്രഹൻ ന സേവ്യതേ പശുഗണൈ പക്ഷിസംഘൈർവിവർജിതം വിദ്യന്തേ ഭുക്തപൂർവാണി ഫലാനി സുരഭീണി ച ഏഷ വൈ സുരഭിർഗന്ധോ വിഷൂചീനോപഗൃഹ്യത്തെ പ്രയച്ഛതാനി ന കൃഷ്ണാ ഗന്ധലോപിതചേതസാം വാഞ്ഛാസ്തി മഹതീ രാമാഗമ്യതാം യതി രോചത്തെ ഏവം സുഹൃദ്വച ശ്രുത്വാ സുഹൃൽപ്രിയചികീർഷയാ പ്രഹസ്യ ജഗ്മദുർഗോപൈഃ വൃതൗ താളവനം പ്രഭു ബലപ്രവിശ്യ ബാഹുഭ്യാം താളാൻ സംപരികമ്പയൻ ഫലാനി പാതയാമാസാമതംഗജൈവൗജസാ ഫലാനാം പതതാം ശബ്ദം നിശമ്യാസുരരാസഭ അഭ്യധാവൻ ക്ഷിതിതലം സനകം പരികമ്പയൻ സമേത്യതരസാ പ്രത്യഗ്ദ്വാഭ്യാം പദ്ഭ്യാം ബലം ബലി നിഹത്യോരസികാ ശബ്ദം മുഞ്ചൻ പര്യസരൽഖല പുനരാസാദ്യ സംരബ്ധ ഉപക്രോഷ്ഠാപരാക്സ്ഥിത ചരണാപപരൗ രാജൻ ബലായ പ്രാക്ഷിപദൃഷാ സതം ഗൃഹീത്വാ പ്രപതോർഭ്രാമയിത്വേകപാണിന ചിക്ഷേപ തൃണരാജാഗ്രേ ഭ്രാമണത്യക്തജീവിതം തേനാഹതോ മഹാതാലോ വേപമാനോ മൃഗച്ഛിരാ പാർശ്വസ്ഥം കമ്പയൻ ഭഗ്ന സചാന്യം സോപി ചാപരം ബലസ്യ ലീലയോത്സൃഷ്ടഹരദേഹഹതാഹത താളാശ്ച ഗംഭീരേ സർവേ മഹാവാതേരിതാ ഇവ നൈതച്ചിത്രം ഭഗവതി ഹ്യനന്ദേ ജഗദീശ്വരേ ഓതപ്രോതമിതം യസ്മിൻ തന്തുഷ്വംഗയഥാപട തതഃ കൃഷ്ണം ച രാമം ച ജ്ഞാതയോധേനുകസ്യ യേ ക്രോഷ്ടാരോഭ്യദ്രവൻ സർവേ സംരബ്ധാഹത ബാന്ധവാ താം സ്ഥാനാപതത കൃഷ്ണോ രാമശ്ച നൃപലീലയാ ഗൃഹീത പശ്ചാച്ചരണാൻ പ്രാഹിണോത്രിണരാജസു ഫലപ്രകരസങ്കീർണം ദൈത്യദേഹൈർഹതാസുഭി രരാച ഭൂസതാളാഗ്രൈർഹനൈരിവ നഭസ്ഥലം തയോസ്തൽ സുമഹൽ കർമാ നിശാമ്യ വിബുധാദയ മുമുജുഃ പുഷ്പവർഷാണി ചക്രുർവാദ്യാനി തുഷ്ടുവോ അഥ താളഫലാന്യാതന്മനുഷ്യാഗതസാധ്വസാ തൃണം ച ഭശവശ്ചൈരുർധതധേനുകകാനനെ കൃഷ്ണകമലപത്രാക്ഷാ പുണ്യശ്രവണകീർത്തന സ്തൂയമാനോനുഗൈർഗോപൈ സാഗ്രജോ വ്രജമാവ്രജത് തം ഘോരചച്ഛുരിതകുന്തളബദ്ധപർഹവന്യപ്രസൂനരുചിരേക്ഷണചാരുഹാസം വേണം ക്വണന്തമനുകൈരനുഗീതകീർത്തിം ഗോപ്യോതിധൃക്ഷിതദൃശോഭ്യഗമൻ സമേതാ പീത്വാ മുകുന്ദമുഖസാരകമക്ഷിഭൃംഗൈ താപം ജഹുർവിരഹജം വ്രജയോഷിതോഹ്നി തൽസൽകൃതിം സമധിഗമ്യ വിവേശഗോഷ്ടം സംവ്രീഡഹാസവിനയം യതപാംഗമോക്ഷം തയോർയശോദാരോഹിണ്യൗ ഏ പുത്രയോ പുത്രവത്സലേ യഥാകാമം യഥാകാലം വ്യഥത്താം പരമാശിഷ ഗദാധ്വാരശ്രമോ തത്രാമജ്ജനോന്മർദ്ദനാദിഭി നീവീം വസിത്വാ രുചിരാം ദിവ്യസ്രഗന്ധമണ്ഡിതൗ ജനന്യുപഹൃതം പ്രാശ്യാസ്വാദ്വന്നമുപലാളിതൗ സംവിശ്യപരശയ്യായാം സുഖം സുഷുപതുർവ്രജേ ഏവം സ ഭഗവാൻ കൃഷ്ണോ വൃന്ദാവനചര ക്വചിത് യയോ രാമമൃതേ രാജൻ കാളിന്ദീം സഖിഭിർവൃത അഥ ഗാവശ്ച ഗോപാശ്ചാദിതാഘാതപപീഡിതാ ദുഷ്ടം ജലം ബപുസ്തസ്യാ തൃഷാർത്താ വിഷദൂഷിതം വിഷാംഭസ്തതുപസ്പൃശ്യാദൈവോപഹത ചേതസാ നിപേതുർവ്യസവഃ സർവേ സലിലാന്തേ ഗുരുദ്വഹ വീക്ഷ്യതാൻ വൈ തഥാ ഭൂതാൻ കൃഷ്ണോ യോഗേശ്വരേശ്വര ഈക്ഷയാ മൃതവർഷിണ്യാ സ്വനാഥാൻ സമജീവയത്
തേ സമ്പ്രതീതസ്മൃതയഃ സമുത്ഥായ ജലാന്തികാത് ആസൻ സ്വവിസ്മിതാ സർവേ വീക്ഷമാണാ പരസ്പരം അന്വമം സതതദ്രാജൻ ഗോവിന്ദാനുഗ്രഹേക്ഷിതം പീത്വാ വിഷം പരേതസ്യ പുനരുത്ഥാനമാത്മന. ഹരി ഓം തത്സലിതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ ദശമസ്കന്ധേ പൂർവാർദ്ധേ ധേനുകവധോ നാമ പഞ്ചദശോऽധ്യായ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.